വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഞാൻ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതിനെ ക്ലീൻ ആക്കാനുള്ള പുറപ്പാടിലാണ്. അതിൽ കുറേ മീനുണ്ട്, അതിനെ പിടിച്ചു തരണം. അതിന് കപ്പ് എടുക്കണം, പിന്നെ കൈ കൊണ്ട് കോരില്ല നടക്കുള്ളൂ. അതിൻ്റെ വെള്ളം ആദ്യം കളയണം, പിന്നെ അതിൻ്റെ വേസ്റ്റ് ഇതാക്കി കളഞ്ഞിട്ട് അതിൻ്റെ തുടച്ചെടുത്ത് അതിനെ ഫുള്ള് ചളിയാവും. തുടച്ചെടുത്താലും പിന്നെയും ചളിയാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യത്തിലേക്ക് പോവാം. ഓക്കെ, കുറച്ചധികം മറ്റേ ടൈപ്പ് പായലാണ് ഞാൻ വാങ്ങിച്ചത്. കണ്ടോ, പായലാണോ വേസ്റ്റാണോ എന്താ കണ്ടോ, ഇതാദ്യം എടുത്ത് കളയാം. വെള്ളം കുറയ്ക്കണം, മീൻ കോരണം. ഇതോ ഈ ഇലയൊക്കെ ഒരു വാത്തക്കാക്കി വെക്കണം, ഇതെല്ലാം നടക്കും. ഇല്ല, വന്നില്ല. ഇങ്ങനെ കിട്ടും. പ്ലസ് വണ്ണത്തെ പെണ്ണുങ്ങളൊക്കെ പൊട്ടിച്ചു. അവള് പറഞ്ഞു പ്ലസ് വണ്ണിനപ്പോൾ ഓടി പൊട്ടിയോ എന്നിട്ട്. തവള ഉണ്ടോ വെയില്? ഇതിനുള്ളിൽ തവള ഉണ്ടെങ്കിൽ കഴിഞ്ഞ്. തവള ഉണ്ടെങ്കിലേ ഇതെന്താ വടി എന്തൊക്കെ പൊട്ടി. കണ്ടോ ഈ ഭാഗത്തൊക്കെ ഉണ്ടോ? അതെന്തായാലും എടുത്തളയില്ല, അതെടുക്കളഞ്ഞ ശരിയാവും. മീനൊക്കെ ഒന്ന് ചാടിപ്പോ ചാടി. പകുതി മുക്കാൽ ഭാഗം ചളിയല്ലേ. മീനോ എന്താ പരലോ? പരലല്ല, ഗൗരാമി. ഇത് മറ്റേ മീനില്ലേ ഇങ്ങോട്ട്, മറ്റേ എന്താ പറയാ, ഞാൻ അന്ന് അതിലിട്ടില്ലേ മറ്റേ ഫൈറ്റർ എന്ന് പറഞ്ഞിട്ട്. അതുമില്ല, ഇത് ഗൗരമില്ലേ കണ്ടോ. കപ്പിലാക്ക വെള്ളം കിട്ടുമോ? ഇതൊക്കെ ഞണ്ട് അടുത്തേക്കോ, കാണുന്നില്ല. ഇതിന് ഈ സാധനങ്ങളൊക്കെ അല്ലേ ഞാൻ പറഞ്ഞ പായലില്ലേ, ആ പായൽ മൊത്തം കളഞ്ഞിട്ട് സെറ്റാക്കാം. ഇനി ഏതൊക്കെയോ മീനുണ്ട്, എവിടേക്കോ വിറയ്ക്കുന്ന എന്തൊക്കെയോ ഉണ്ട് ഇതിൽ. ഇതൊക്കെ ഏത് മീനിൻ്റെ കുഞ്ഞുങ്ങളാ? ഇത് പുതിയ കുട്ടിയല്ലേ?
ഇതൊക്കെ എന്തിൻ്റെ കുഞ്ഞടാ? കണ്ടിട്ട് വേറെ എന്ത് വലിയ മീനാ തോന്നുന്നു. ഏ ഇത് മതി കേട്ടോ. ഇതാട്ടോ നമ്മളെ ഇങ്ങോട്ട് കാണിക്കും. തോട്ട് കുറച്ചും കൂടി അടുത്തേക്കാം. തോട്ടത്തെ ഗൗരാമി. തോട്ടത്തെ ഗൗരാമി. ആ ഇതൊക്കെ ഇത് എത്ര വലുതായി? ആ മറ്റേ ഫൈറ്റർ എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണിത്. ഇതിലെ ഏറ്റവും വലിയ മീനാണിത്. ഇതാ അടുത്തേക്കോ, നല്ല അടുത്തേക്കോ. ഇതിനി നിങ്ങൾക്ക് വെള്ളം പിടിച്ചിട്ട് ഇത് നിറയ്ക്കാം. അവിടെ താമരേൻ്റെ മുട്ടാണ്ടോ? അത് ആമ്പല്. അടുത്തേക്ക്, നല്ല അടുത്തേക്കോ. ക്യാമറ സൂമാക്കിയ ക്വാളിറ്റി അറിയുമോ? ഇത് നേരെ കമത്തിയിട്ട് കൊടുത്താൽ കുറച്ചധികം ചളിയാവും, ഇതായിട്ട് മണ്ണൊക്കെ ഇറങ്ങാം. കപ്പ് കൊണ്ട് ഇങ്ങനെ ആക്കണായിരിക്കും സേഫ്, അല്ലെങ്കിൽ ചളി മൊത്തം ഇളകി മറിയും. ഇതാണ് നമ്മളെ ഫൈനൽ ടച്ച്. ഇപ്പോൾ കുറച്ച് 3-4 ദിവസം കഴിഞ്ഞാൽ അവിടെ ആമ്പലിൽ മുട്ടാണ്ട് ആമ്പലൊക്കെ വിരിയും. ജിമിയെ പാഞ്ചിമി പാവം തുന്നിന്. അത് ഉഷാറാക്കി എടുത്ത് സെറ്റായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കും. ചെറിയ വ്ളോഗ്. നല്ല അടുത്ത വ്ളോഗ് നാളെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് അടിപൊളിയാക്കുക. അടുത്ത വ്ളോഗായിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റ, ബൈ ബൈ.